ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തെന്ന് അറിയാമോ? ടൊമാറ്റോ റൈസ്. ഇതെനിക്കിവിടെ ഗസ്റ്റുണ്ട്. ഗസ്റ്റൊന്നുമല്ല, എൻ്റെ വീട്ടുകാർ തന്നെ. എൻ്റെ കുഞ്ഞമ്മയും ചിറ്റപ്പനും അമ്മായി എല്ലാവരും വരുന്നുണ്ട്. അപ്പം ഞാൻ നേരം വിചാരിച്ച് ടൊമാറ്റോ റൈസ് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കുവേ. ചിക്കൻ വാങ്ങിക്കുവാണെങ്കിൽ ഉണ്ടാക്കും. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നെന്നാൽ അതുണ്ടാക്കാം. ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നത് എൻ്റെ കുഞ്ഞമ്മയ്ക്കും ചിറ്റപ്പനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഇച്ചിരി പങ്കൂടെ കൊണ്ടുപോകും അവർ രാത്രി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർ വരുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കുവേ. ഞാൻ ചിലപ്പം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ജീര റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത്രയും പേര് കഴിക്കാനില്ലേ. പിന്നെ തക്കാളിയുണ്ട്, സവാളയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മല്ലിയില. പിന്നെ ഇതൊക്കെ പിന്നീട് ആഡ് ചെയ്യേണ്ടതാണ്. ഇത് പരിപ്പ്, ഇത് കാഷ്യൂ, ഇത് ഉഴുന്ന്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ പോകെ ഉണ്ടാക്കി വരാം. അപ്പം ഞാൻ അരി അടുപ്പത്ത് തിളയ്ക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കറിവേപ്പില, ഗ്രാമ്പു, ഏലയ്ക്ക എല്ലാം ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു ശകലം നെയ്യും ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഈ അരി ഇടാൻ പോവാണ്. അരി അവിടെ കിടന്ന് വേവട്ടെ. കണ്ടോ, വെള്ളം ഒന്ന് തിള വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരി ഇടാൻ പോവാണ്. ജീര റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും. കുഴഞ്ഞു പോകരുത്, ചെറിയൊരു വേവ് മതി. ഞാനിതിനകത്തേക്ക് ഒരു പകുതി എണ്ണയും പകുതി നെയ്യുമാണ് ഒഴിക്കുന്നത്. കംപ്ലീറ്റ് നെയ്യിലൊക്കെ ഉപയോഗിക്കാം. നെയ്യൊക്കെ ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പകുതി എണ്ണയും കൂടെ ഉപയോഗിക്കും. ഒരു 2 സ്പൂൺ നെയ്യും കൂടെ അതിനകത്തേക്ക് ഒഴിക്കും. നമ്മൾ ഈ പരിപ്പ് ഇങ്ങോട്ടിടും, ഒന്ന് മൂക്കണം. തീ കുറച്ച് വയ്ക്കണം. ഇനി ഞാൻ പരിപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 വറ്റൽമുളക് അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നും കൂടെ അതിലേക്കിടാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മളിതിലേക്ക് സവാള ഇടണം. സവാള ഒരു 3 വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അളവിൻ്റെ അനുസരിച്ചാണ്. ഞാൻ 5 ഗ്ലാസ് അരി ഇട്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇത്രയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടാം. അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ബ്രൗൺ നിറത്തിൽ ആവണം ഏകദേശം. ഒത്തിരി ഒന്നും വേണ്ട, ഏകദേശം. ഇനി ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടെ ഇടുക. ഞാനിതിനകത്ത് മുന്തിരിങ്ങയും കൂടി ഇടുവേ. പിന്നെ അരിയേട്ടൻ പറയും മധുരയ്ക്കുന്നോ എന്നൊക്കെ പറയും. എന്നാൽ പിന്നെ വേണ്ട എന്ന് പറയും. എനിക്കിഷ്ടമാണ് ഇതിൻ്റെ ഇങ്ങനെ എരിവിൻ്റെ കൂടി ഇച്ചിരി മധുരമൊക്കെ ഇഷ്ടമാണ്. പിന്നെ വേണ്ടാന്ന് വെച്ചു. വേണ്ടവർക്ക് മുന്തിരിങ്ങയും കൂടി ഇടാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ ഇച്ചിരി കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ചവിട്ടിയിൽ നിന്ന് മാറിപ്പോയാൽ അന്നേരം അത് കരിക്കും. എന്ത് കാര്യവും അങ്ങനെയാണ്. പാല് തിളപ്പിക്കാൻ വെക്കും ഞാൻ, കേട്ടോ. പാല് തിളപ്പിക്കാൻ വെക്കുമ്പോൾ അങ്ങനെയാണെന്നറിയോ, അതുവരെ എൻ്റെ ചവിട്ടി നിൽക്കും. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങും, അത് തിളച്ച് തരും. ചായ അതുപോലെ തന്നെ. അതുകൊണ്ടിപ്പം പാല് മിൽക്ക് കുക്കറിലേ വെക്കത്തുള്ളൂ. ഇപ്പം തിളച്ച് പോകാൻ പറ്റത്തില്ലല്ലോ, പൂവണ്ടേ. അല്ലാതെ ഒന്ന് തിളപ്പിക്കാൻ നോക്കിയാൽ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോയി. ഞാൻ എപ്പോഴും വിചാരിക്കും അതെ ചായയാണെങ്കിലും അതെ. അവരും പറയുന്നത് ചെവിട്ടി തന്നെ നിൽക്കണം. ഞാൻ എൻ്റെ ചെവിട്ടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോവും. ആ സമയത്ത് അത് തിളക്കി കൃത്യമായി. അതൊക്കെ ഒത്തിരി പെണ്ണുങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കും.
നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ശകലം മല്ലിപ്പൊടി ഇത്ര ഇടുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുക. ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടായിരുന്നു കേട്ടോ. ഇത് വഴറ്റാൻ നേരത്തെ ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ലേ. ഇനി നമ്മൾ തക്കാളി, ഞാനൊരു വലിയ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ചോറ് അളവ് കൂടുതലായതുകൊണ്ട് ഞാൻ 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി വരണം. നല്ലോണം ഒന്ന് വഴറ്റി വരട്ടെ. അരിയെ വെന്തിട്ടുണ്ട്. ഇത് ഞാൻ 2 പാത്രത്തിലായിട്ട് ആക്കിയാണ് അരിച്ചു വെച്ചേക്കുന്നത്. കാരണം തികയത്തില്ലായിരുന്നു ഒരു പാത്രത്തിൽ. അപ്പോൾ ഇത് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. അത്യാവശ്യം ഇത്രയും വെന്താൽ മതി. പിന്നെ ഇത് ഇരുന്ന് ഒന്നുകൂടെ വേവും. അതുകൊണ്ട് ആ രീതിക്കനുസരിച്ച് എടുക്കാവും. ഇത് ഞാൻ ഏകദേശം 1 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് ചൂടായി അത്യാവശ്യം ഒന്ന് തിളച്ച് വരണം. എല്ലാം ഒന്ന് കഷ്ണങ്ങളൊക്കെ നല്ലോണം ഒന്ന് ഉടയണം. തക്കാളി ഇപ്പം ഞാൻ അരിഞ്ഞപ്പം ഒരു ഇച്ചിരി വലുതായിട്ടായിരുന്നു അരിഞ്ഞ്. ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് അത് വഴറ്റിപ്പോക്കോളും. ഇനിയും ഇതിനകത്തോട്ട് നമുക്ക് ശകലം കായപ്പൊടി ഇടണം. ഇതൊന്നും വേണ്ട, ഒരു ശകലം കായപ്പൊടി ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചോറ് ഇങ്ങനെ നമുക്ക് ചോറിടണം. ചോറിട്ട് മിക്സ് ചെയ്ത് മല്ലിയില തൂകി അടച്ചു വെക്കാം. എന്നിട്ട് ഉച്ചയ്ക്ക് ഊണാറാവുമ്പോൾ നമുക്ക് എടുക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിൾ പരിപാടിയാണ്. ചെയ്തു വരുമ്പോൾ നമുക്ക് ഒത്തിരി ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഇത് ശീലമായി കഴിയുമ്പോഴല്ലോ വളരെ എളുപ്പമുള്ള. ഇന്നിപ്പോൾ അത്രയും പേര് വരുന്നെന്ന് പറഞ്ഞ് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ചോറും കൂട്ടാനും ഒക്കെ വെക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് തോന്നുന്നത് എനിക്കിതാണ്. ഞാനിതിലേക്ക് ചോറിടുകയാണ്. ചോറിട്ട് മിക്സ് ചെയ്യണേ. കണ്ടോ, എല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തു. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് മല്ലിയില, മുകളിൽ ഇച്ചിരി മല്ലിയില തൂകാം. പിന്നെ മല്ലിയില ഞാൻ പറഞ്ഞ് നാളെ കാണിച്ചു തന്നില്ലേ, ആഫ്രിക്കൻ മല്ലിയിലയാണ്, മറ്റേ മല്ലിയിലയല്ല ഇത്. ഇത് നല്ല മണവും ഒക്കെ മറ്റേ മല്ലിയില പോലെ തന്നെ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ശകലം സവാള ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയും കൂടെ ഒക്കെ ഒന്ന് ഇടുമ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എനിക്കിഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സ് പറയും തക്കാളി ചോറുണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഈ സവാള അങ്ങനെ ഇടത്തില്ലെന്ന്. പക്ഷെ ഞാനിടുവേ. എനിക്ക് ഈ സവാള വറുത്തിടുന്നത് വലിയ ഇഷ്ടമാണ്. ചിക്കൻ ഉണ്ടാക്കിയാലും ഞാൻ ചിലപ്പോൾ സവാള വറുത്തെടുത്തിടും. കണ്ടോ, ആണ് വറുത്ത് വെച്ച്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടച്ചു വെക്കുക. 1 മണിക്കൂർ കഴിയുമ്പം കഴിക്കാനുള്ള സമയമാവും. എല്ലാവരും വരും. ഇത് വിളമ്പും.
ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇവിടെ എല്ലാം വൃത്തിയാക്കാനുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇതാണ് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സലാഡ് കൂടെ ഉണ്ടാക്കും. ഓക്കെ. എൻ്റെ ചിറ്റപ്പനാണ്. ചിറ്റപ്പൻ ഇങ്ങോട്ട് നോക്കിക്കേ. കേട്ടോ, നല്ലോണം ഇട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒക്കെ റെഡി ആയിട്ട് വരാമെന്ന്. അപ്പം ആഹാരമൊക്കെ എടുത്ത് എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ്. അപ്രതീക്ഷിതമായിട്ട് മിന്നുക്കുട്ടി ഇരുന്ന് കഴിഞ്ഞു. വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. അമ്മായിയാണിത്. ഇത് ഹരിയേട്ടൻ്റെ കുഞ്ഞമ്മയാണ്. ഇവിടെ അടുത്ത് തന്നെ താമസം. അപ്പം അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞമ്മയും വന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന്, കുഞ്ഞമ്മയാണിത്, എല്ലാവരും കൂടെ കഴിക്കുകയാണ്. ഞാനിത് തക്കാളി ടൊമാറ്റോ റൈസും ഉണ്ടാക്കി, രണ്ട് ചിക്കൻ ഉണ്ടാക്കി, സലാഡ് ഉണ്ടാക്കി, പപ്പടം ഉണ്ടാക്കി. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ പോവാണേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. താങ്ക് യു.